സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണെന്ന് AICC മാധ്യമ വിഭാഗ മേധാവി ജയറാം രമേശ് ആരോപിച്ചു. മഹാത്മാഗാന്ധി സൂര്യനെയാണ് ലോകത്തെയാകെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശമാണ് കോൺഗ്രസിന്റെ വിമർശനത്തിന് കാരണം. 1982 റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നതുവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അധികമൊന്നും അറിയില്ലായിരുന്നുവെന്നാണ് മോദി പറഞ്ഞത്. മഹാത്മാഗാന്ധി വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു. ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ലെന്നും മോദി പറഞ്ഞു. ഗാന്ധിജിക്ക് ലോകത്തിൽ 75 വർഷത്തിനിടെ അംഗീകാരം നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കടമയല്ലേ എന്ന ചോദ്യവും മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. നെൽസൺ മണ്ടേലയെയും മാർട്ടിൻ ലൂഥർ കിങ്ങിനെയും അറിയുന്നത് പോലെ ഗാന്ധിയെ ലോകത്തിനറിയില്ല. ഗാന്ധിയും അവരോളം മഹാനായിരുന്നു എന്ന് പറഞ്ഞ മോദി ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം വെച്ചാണ് ഇക്കാര്യം പറയുന്നതെന്ന് കൂട്ടിച്ചേർത്തു. മോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാണ് ഗാന്ധിയെ അറിയാൻ സിനിമ കാണേണ്ടി വരുന്നതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മഹാത്മാഗാന്ധിക്ക് ശാഖയിൽ പഠിച്ചവന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്ന് രാഹുൽ പറഞ്ഞു. സത്യത്തിന്റെയും അഹിംസയുടെയും രൂപത്തിൽ ഗാന്ധി ലോകത്തിന് കാട്ടിക്കൊടുത്ത മാർഗം അനീതിക്കെതിരെ പോരാടാൻ ഏറ്റവും ദുർബലനായ വ്യക്തിക്കും കരുത്തു നൽകിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. शाखाओं में जिनकी वर्ल्ड व्यू बनती है वो गांधी जी को नहीं समझ सकते, वो गोडसे को समझते हैं, गोडसे के रास्ते को अपनाते हैं. गांधी जी पूरी दुनिया के लिए एक इंस्पिरेशन थे. मार्टिन लूथर किंग जूनियर, नेल्सन मंडेला, एल्बर्ट आइंस्टाइन, ये सब लोग गांधी से इंस्पायर हुए. हिंदुस्तान में करोड़ों लोग गांधी का रास्ता अपनाते हैं, अहिंसा और सत्य के रास्ते पे चलते हैं. മോദിയുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനുള്ള ശ്രമമാണ് മോദിയുടേതെന്ന് ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.